പൃഥ്വിരാജിന്റെ വണ്ടിയും അതേപോലെ തന്നെ ദുൽഖറിന്റെ വണ്ടിയൊക്കെ ഇടയ്ക്ക് വാർത്തകളിലൊക്കെ വന്നായിരുന്നു. ഇപ്പം ഏതാ മറ്റേ ഭൂട്ടാൻ വണ്ടിക്കടത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ വണ്ടി കളക്ഷന്റെ പ്രിയപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവരൊക്കെ കുറച്ച് വാർത്തകളിലൊക്കെ വന്ന് പല ആൾക്കാരും ഇതുപോലെ പല രീതിയിൽ കുടുങ്ങിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അതിന്റെ ഭാഗമാണോ? ഒരിക്കലും അല്ല. ഓക്കെ, അതിൽ ഒന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുംബൈയിൽ നിന്നായതുകൊണ്ട് മുംബൈയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ അന്നത്തെ കാലത്താണ് ഞാൻ പറയുന്നത്, ഒരാൾ ചീറ്റ് ചെയ്താൽ അതിന് ചീറ്റിങ് എന്നല്ല പറയാം, അതൊരു കലയായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, അവനൊരു കലാകാരൻ. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇനി, അതാണല്ലോ ഇന്ത്യൻ നിയമത്തിലും. അപ്പോൾ നമ്മളതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഓരോ പോയിൻ്റ് ചെക്ക് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം വാങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ ചിലപ്പോൾ അടുത്ത മാസം ഷോറൂം അല്ലെങ്കിൽ അവിടെ ഒരു ഓഫീസേ കാണാനുണ്ടാവില്ല, ആളവിടുന്ന് മാറിപ്പോയിട്ടുണ്ടാവും. കാരണം അവിടെ എല്ലാവരും പുറത്തുനിന്ന് UP മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണ് കൂടുതലും അവിടെ മുംബൈയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് വാഹനം വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ RTO ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളന്ന് പർച്ചേസ് ചെയ്തിരുന്നത്. കാരണം അന്ന് എഴുതുന്ന RCയാണ്. അപ്പോൾ അതിൽ എന്ത് മാൽഫാക്ചറിങ് നടക്കുന്ന കാലം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ അറിയാം, എവിടെയൊക്കെ ഇതിൻ്റെ മാൽഫാക്ചർ നടക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെയാണ് ഞാൻ പ്രോസസ്സ് ആക്കിയത്. അതുകൊണ്ട് ഒരു വാഹനം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ വാഹനം എവിടെ ചെക്ക് ചെയ്യണം, എന്തെല്ലാം ചെക്ക് ചെയ്യണം. അതിൽ തന്നെ ഞങ്ങൾക്കിത് അറിയാൻ പറ്റും, ഇത് ഇന്ത്യയിൽ ഇറങ്ങിയ വാഹനമാണോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണോ. ഈ കാര്യങ്ങളൊക്കെ ചേസിസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ ആ ഒരു ചേസിസ് നമ്പർ ആ മാനുഫാക്ചർക്ക് വേൾഡിൽ വേറെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഡീകോഡ് ചെയ്താൽ തന്നെ ഒരു 80% ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അതിൽ പോലും ഫേക്ക് ചെയ്യുന്നില്ലേ? ചേസിസ് നമ്പറിൽ പോലും ഫേക്ക് ചെയ്യുന്നില്ലേ പല ആൾക്കാരും? ചേസിസ് നമ്പർ ഫേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചേസിസ് നമ്പർ കട്ട് ചെയ്ത് മാറ്റിയതോ ആയ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ അതും മനസ്സിലാക്കാൻ പറ്റും. അത് പുതിയ ചേസിസ് നമ്പർ പഞ്ച് ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഈ പഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതിന് പഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും മാനുഫാക്ചറർ പഞ്ചിങ്ങും ഇതും തമ്മിൽ ഒന്നാവില്ല. അല്ലെങ്കിൽ ഇതിന് എവിടെയെങ്കിലും കമ്പനി വരുന്ന ഒരു രൂപത്തിലല്ലാതൊരു വെൽഡിങ് ആ വണ്ടിക്ക് വന്നിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളുണ്ട്. ഇതൊരു ഡീപ്പ് എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായി. ഈ ഓപ്പറേഷൻ നുംകൂർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എന്തായിരുന്നു ബേസിക്കലി ആ ഒരു സംഭവം, എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇത് ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് ഒരു വണ്ടി കൊണ്ട് നമുക്ക് നേപ്പാളിൽ പോവാം, ഒരു വണ്ടി കൊണ്ട് ഭൂട്ടാനിൽ പോകും, അതേപോലെ ഭൂട്ടാനിൽ നിന്നൊരു വണ്ടി കൊണ്ട് ഇങ്ങോട്ടും വരാം. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഓടിച്ചോ അല്ലാതെയോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതൊരു റെൻ്റ് കാറിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ, ഇപ്പോൾ ഈ ഭൂട്ടാനൊക്കെ ഉള്ളൊരു മോശപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും വണ്ടി കൊണ്ടുവരാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴയ വാഹനങ്ങൾ മാത്രമല്ല, അതായത് ഭൂട്ടാനിൽ പ്രൊഡക്ഷൻ ഇല്ലല്ലോ, പ്രൊഡക്ഷൻ ഇല്ല, നേപ്പാളിലും പ്രൊഡക്ഷൻ ഇല്ല, നേപ്പാളിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം ഇവരെല്ലാവരും ഇമ്പോർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ നേരത്തെ സെലിബ്രിറ്റി എന്ന പോലെ ദുൽഖറിൻ്റെ ഒക്കെ പേരായതുകൊണ്ട് ഇത് പബ്ലിഷ് ആയി എന്നുള്ളതാണ്. ഇതല്ലാത്ത വാഹനങ്ങളും അതുവഴി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവിടെ കയറിയിട്ട് അവിടെ രജിസ്ട്രേഷൻ എടുക്കുക പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷെ ഹെവി നമ്മളെ കാട്ടി ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ കൂടുതലല്ലേ? അല്ല അവിടേക്ക് ഭൂട്ടാനിലോട്ട് വണ്ടി എത്തിക്കൽ ഈസിയാണ്. ആണോ? പക്ഷെ അത് ഇന്ത്യ വഴിയേ പോവുള്ളൂ. ഇന്ത്യ വഴിയല്ല, അവർക്ക് ഇന്ത്യ വഴിയാണ് പോകുന്നത്. കൊൽക്കട്ടയിൽ ഇറക്കിയിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ, പക്ഷെ അത് ഭൂട്ടാനിക്കുള്ള ഷിപ്പിംഗ് ആകുമ്പോൾ അങ്ങോട്ടാണല്ലോ പോവാ. പക്ഷെ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനം അവിടെ രജിസ്ട്രേഷൻ നടത്തി ആ രജിസ്ട്രേഷൻ വാഹനങ്ങളെ ഇങ്ങോട്ട് നമ്മളെ നാട്ടിലോട്ട് ഓടിച്ചോ അല്ലാതെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെയും ഇപ്പോൾ വാഹനത്തിൻ്റെ പരിവാഹന വളരെ സ്ട്രിക്റ്റാണ്. നമുക്കൊരു എഡിറ്റിംഗ് നടത്തണമെങ്കിൽ കേരളത്തിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. ഈവൻ നമ്മളെ സൗത്ത് ഇന്ത്യയുടെ എൻ്റെ വിശ്വാസത്തിൽ ഹൈദരാബാദ് എവിടെയാണ് അതിൻ്റെ സെൻട്രലിൽ, അവിടേക്ക് മെയിൽ അയച്ചു ഒരുപാട് പേപ്പർ ചെയ്തിട്ടാണ് നമുക്ക് അതിലെന്തെങ്കിലും ഒരു തിരുത്ത് വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു RTO ഓഫീസിനെ കുറിച്ച് ഗണേഷ് കുമാർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതർ സ്റ്റേറ്റ് വാഹനങ്ങളെ 10 ലക്ഷം ടാക്സ് അടക്കുന്ന 5 ലക്ഷം ടാക്സ് അടച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു RTO ഓഫീസ് കേരളത്തിലുണ്ട്. ഇതൊക്കെ മനുഷ്യരാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇത് ഒരിക്കലും ഈ വാഹനം ഭൂട്ടാനിൽ നിന്ന് വന്ന് HR ഈ വാഹനം പോകുന്നില്ല. ഈ വണ്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ചേസ് നമ്പർ കൊടുത്ത് അവിടുന്ന് അത് എന്ത് ചെയ്യപ്പെടുകയാണ്, RC ഉണ്ടാക്കി വരികയാണ്. വലിയ ലോബികളാണ്. രണ്ടാമത്തത് ആക്സിഡൻ്റ് ആയ വണ്ടികൾ, അതാണ് ഏറ്റവും വലിയ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ടോട്ടൽ ലോസ് ആയ വാഹനത്തിന് ഓണർക്ക് പൈസ കിട്ടും,
പക്ഷേ ഇൻഷുറൻസ് കമ്പനി വീണ്ടും ഈ വാഹനം വിൽക്കുകയാണ്. ഇതിന് ഇതുവരെ ഒരു തടയിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു വാഹനമുണ്ട്, 2020 വാഹനമാണെന്ന്. അത് ഫ്ലഡ് പെട്ടു, ഞാനത് ക്ലെയിം ചെയ്തു, എനിക്ക് ഇൻഷുറൻസ് കമ്പനി കംപ്ലീറ്റ് പൈസ തന്നു, ഞാനും എൻ്റെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ ഈ RC ബുക്ക് ആക്റ്റീവാണ് പരിവാഹനിൽ. അപ്പോൾ ഈ ഒരു RC ബുക്ക് വെച്ചിട്ട് ഈ സിമിലറായ വേറെ വാഹനം നമുക്കിതുപോലെ കള്ളക്കടത്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുവന്നു, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ചേസ് നമ്പറൊക്കെ ഈ നമ്പർ അതിലോട്ട് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ വണ്ടികളുടെ കേസിൽ പറഞ്ഞാൽ ഇതൊരു വലിയ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ഒരു ദുൽഖറിനെ പോലുള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും അത് പറ്റും? ഇല്ല, ദുൽഖർ അവരൊക്കെ വാഹനത്തിന്റെ ഇഷ്ടം കൊണ്ട് വാങ്ങി പോകുന്നതാണ്, അല്ലാതെ ഒരിക്കലും അവര് എന്തായാലും അവര് പറ്റിക്കപ്പെട്ടതായിരിക്കില്ലേ? 100%. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മളാരെങ്കിലും നിൽക്കുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ പറയുന്നത്, സമൂഹത്തിൽ രണ്ടാളറിയുന്ന ഒരാളും ഇത്തരം ഒരു വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കില്ല. പിന്നെ ദുൽഖറിനെ പോലെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരസ്യത്തിന് പോലും അദ്ദേഹം അത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിയാണ് മുഖം കാണിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തി പറഞ്ഞാൽ ഇത് ഓരോ ചാനൽ രൂപപ്പെടുന്ന, ഒരു പ്രാവശ്യം ഡീൽ ചെയ്യും, 2 പ്രാവശ്യം ഡീൽ ചെയ്യും, പിന്നെ ആ ചാനലിൻ്റെ ഉള്ളിൽ കള്ളം കയറും. ഇപ്പോൾ ഈ സെൻട്രലിലുള്ള ആൾ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകും, ആ ആൾ അപ്പുറത്ത് ചെയ്യുന്ന ക്രോസ് വെരിഫിക്കേഷൻ നടത്താതെ. അപ്പോൾ ഇത് കളക്ഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പറ്റിപ്പോകുന്ന അബദ്ധമാണ്. എന്തായാലും അത് അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല.